PM ശ്രീയിൽ നിന്ന് സർക്കാർ പിന്മാറുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ അകലുന്നില്ലെന്നുറപ്പിക്കാനുള്ള CPM തന്ത്രം. BJPയുടെ കേന്ദ്ര നയങ്ങളെ സ്വാഗതം ചെയ്യുന്നവരായി CPM മാറിയെന്ന പ്രചാരണം CPI കൂടി ഏറ്റെടുക്കുമെന്ന ഭയമായിരുന്നു CPMനെ അലട്ടിയത്. മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് അകന്നാൽ മലബാറിൽ CPMന് തിരിച്ചടി കൂടുമെന്ന് നേതാക്കൾ വിലയിരുത്തി. CPM ജനറൽ സെക്രട്ടറി MA ബേബിയും ഈ വികാരം ഉയർത്തി. ഇതിനെ തള്ളാൻ CPMലെ മറ്റ് നേതാക്കൾക്കും ആയില്ല. അങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വഴങ്ങിയത്. ഇതിലൂടെ തനിക്കുണ്ടാകുന്ന കോട്ടം നികത്താൻ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്തി. നവംബർ 1 പ്രഖ്യാപിക്കാൻ കരുതിയ ക്ഷേമ പെൻഷൻ അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ അങ്ങനെ ഒക്ടോബർ 30 ജനങ്ങളിലെത്തി. ഇതോടെ PM ശ്രീ വിവാദം തന്നെ അപ്രസക്തമായി എന്നാണ് വിലയിരുത്തൽ. എന്നാൽ ധാരണാപത്രം ഒപ്പിട്ടതിനാൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഉണ്ടെങ്കിലേ PM ശ്രീയിൽ നിന്ന് കേരളത്തിന് പിന്മാറാൻ കഴിയൂ. ഇത് CPMനും അറിയാം. എങ്കിലും CPIയെ തൽക്കാലത്തേക്കെങ്കിലും അനുനയിപ്പിക്കാനായി എന്നതിന്റെ ആശ്വാസത്തിലാണ് CPM. PM ശ്രീയിൽ ഒത്തുതീർപ്പായില്ലെങ്കിൽ ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് 4 CPI മന്ത്രിമാരും വിട്ടുനിൽക്കുമായിരുന്നു. അത് മന്ത്രിസഭയുടെ കൂട്ടു ഉത്തരവാദിത്തത്തെ ബാധിക്കും. നവംബർ 4 ചേരുന്ന CPI സംസ്ഥാന കൗൺസിൽ യോഗം മന്ത്രിമാരുടെ രാജിയടക്കം പരിഗണിക്കുന്ന സ്ഥിതി രൂപപ്പെട്ടേനെ. അതോടെ LDF വൻ കുഴപ്പത്തിലാകുമായിരുന്നു.